മങ്കൂസ് മൗലിദ് രചിക്കാൻ കാരണം മലബാറിലും നമ്മുടെ നാടിൽ കേരളക്കരയിൽ പടർന്നു പിടിച്ച പകർച്ചവ്യാധികൾ, മാരകമായ രോഗങ്ങൾ, വസൂരിയും കോളറയും പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ, ആളുകൾ കൂട്ടത്തോടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഖബർസ്ഥാനുകളിൽ കൂട്ടത്തോടുകൂടെ ഖബറടക്കം നടക്കുന്ന, ഇന്നത്തേതുപോലെ മെഡിക്കൽ സംവിധാനങ്ങളും ഡോക്ടർമാരും ഗവൺമെന്റ് ഏറ്റെടുക്കാനും ഒന്നുമില്ലാത്ത കാലത്ത് നാനാജാതി മതവിഭാഗക്കാർക്ക് പ്രതിസന്ധികൾ വരുമ്പോ ഓടിച്ചെല്ലാനുള്ളത് അള്ളാന്റെ ഔലിയാക്കളുടെ അടുത്തേക്ക്, മഹദൂ ഞങ്ങളുടെ അടുത്തേക്ക് പോയി മങ്കൂസ് മൗലിദ് രചിച്ചു കൊടുത്തു. വ്യാപകമായി അത് ഓതാൻ പറഞ്ഞു. പൊന്നാനിയിലും പരിസരത്തും മലബാറിലും നമുക്കറിയാമല്ലോ താനൂർ മൗലിദ്, പല നാടുകളിലും മൗലിദുകളുണ്ട്. ആ മൗലിദുകളൊക്കെ ചരിത്രം എന്താണ്? എറണാകുളം ജില്ലയിൽ മൗലിദ് പോരാ എന്ന് പറയുന്ന ഒരു നാടുണ്ട്, ഒരു മഹല്ല്. എന്തേ കാരണം? അവിടെ വ്യാപകമായ മാരകമായ രോഗങ്ങൾ വന്നപ്പോ ഒരു മഹാൻ 40 ദിവസം അവിടെ മൗലിദ് ഓതി, മങ്കൂസ് മൗലിദ് ഓതി ദുആ ചെയ്യാൻ, നേർച്ചയാക്കാൻ പറഞ്ഞു നാട്ടുകാരോട്. അതിനുവേണ്ടി അവരൊരു പന്തലൊരുക്കി 40 ദിവസം മൗലിദ് ഓതാൻ. അതിനവർ മൗലിദ് പോരാ എന്ന് പറഞ്ഞു. ഇന്ന് നാടിന്റെ പേര് മൗലിദ് പോരാ എന്നാണ്.